അപ്പോൾ ഇത് എൻ്റെ ഈ ചാനലിലത്തെ എഡ്യൂക്കേഷനായിട്ട് വേണ്ടിയിട്ടുള്ള USS, അതായത് ഇപ്പോൾ പേര് മാറ്റി CM കിഡ്സ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ്. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം 2026 മലയാളം അപരനാമങ്ങൾ എന്ന ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സൺമായി. അപ്പോൾ ഇന്ന് നമ്മൾ അപരനാമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് അപരനാമങ്ങൾ മലയാള സാഹിത്യത്തിലെ കുറച്ച് എഴുത്തുകാരുടെ അപരനാമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. ഫസ്റ്റ് നെയിം ഈസ് ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവാണ്, അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ. മൂന്നാമത്തേത് ദാർശനിക കവി ജി ശങ്കരക്കുറുപ്പ്. നാലാമത്തേത് ശബ്ദസുന്ദരൻ വള്ളത്തോൾ. നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതും വള്ളത്തോൾ നാരായണ മേനോനാണ് എന്ന ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അഞ്ചാമത്തേത് വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. അത് വയലാർ രാമവർമ്മ. വിപ്ലവങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എഴുതി കവിതയും ഒക്കെ ഉണ്ടാക്കുന്നത് അത് വയലാർ രാമവർമ്മ തന്നെയാണ്. പിന്നെ ആറാമത്തേത് ശക്തിയുടെ കവി ആരാണ്? ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നായരാണോ പിള്ളയാണോ എന്ന സംശയമാണ്. നായരാണ് എന്നാണ് എൻ്റെ നിഗമനം. സ്നേഹഗായകൻ കുമാരനാശാൻ. ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.